ഹലോ ഓൾ. വളരെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ അത്തരമൊരു ബുക്കാണ് ചെറുകാടിൻ്റെ മുത്തശ്ശി എന്ന ഈ നോവൽ. ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ഒന്നുമല്ല. പഴയ കാലഘട്ടത്തെ ജനങ്ങളുടെ ജീവിതവും അവരുടെ രാഷ്ട്രീയ ബോധവും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു നോവൽ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന കാലഘട്ടവും കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതും കമ്മ്യൂണിസ്റ്റ് നിരോധിക്കപ്പെട്ടതുമായ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഉൾനാട്ടിൻ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവിതവും അവരുടെ രാഷ്ട്രീയ ബോധവും സാമൂഹിക ചുറ്റുപാടുകളും അധ്യാപകരുടെ ദുരിതപൂർണമായ ജീവിതവും ഒക്കെയാണ് ഈ നോവലിലെ വിഷയങ്ങൾ. നാണി എന്ന നായിക കഥ പറയുന്ന രീതിയിലാണ് നോവൽ എഴുതിയിരിക്കുന്നത്. നാണി ഒരു ഇടത്തരം നായർ കുടുംബത്തിൽ ജനിച്ച ഒരു യുവതി. അവളുടെ കുടുംബത്തിന്റെ ഭരണങ്ങളൊക്കെ നിർവഹിച്ചത് മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ വാക്കിന് അവിടെ ഒരു മറുവാക്കില്ല. സമപ്രായക്കാരായ കുട്ടികളൊക്കെ തന്നെ വിവാഹം കഴിഞ്ഞ് കുട്ടികളാവുന്നു. എന്നാൽ നാണിക്ക് മാത്രം ഒരു വരൻ വന്നു കാണാത്തതിൽ മുത്തശ്ശി അതിയായ ദുഃഖിതയാണ്. പക്ഷെ നാണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമായിട്ടാണ് നാണി കാണുന്നത്. മുത്തശ്ശിക്ക് ആ കാലത്ത് നിലനിന്നിരുന്ന മരുമക്കത്തായ നാണി വിവാഹം കഴിഞ്ഞ് നാണിയുടെ മക്കളിലൂടെ തന്റെ തലമുറ നിലനിൽക്കണമേ എന്ന അതിയായ ആഗ്രഹമാണ്. നാണിക്കാകട്ടെ പഠിക്കാനുള്ള ആഗ്രഹവും. അവൾ മുത്തശ്ശിയെ സോപ്പിട്ട് 8ാം തരം വരെ പഠിക്കുന്നു. ആ കാലത്ത് 8ാം തരം പഠിച്ചവർക്ക് അധ്യാപന ജീവിതത്തിൽ ഏർപ്പെടാമായിരുന്നു. അങ്ങനെ 8ാം തരം പാസ്സായിരിക്കുന്ന അവസരത്തിലാണ് നാണിക്കൊരു വിവാഹോലോചന വരുന്നത്. നാണിയുടെ സമ്മതം കൂടാതെ തന്നെ ആ വിവാഹം നടത്തുന്നു 60 വയസ്സായ കുട്ടൻ നായരുമായി. നാണിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അവൾ ചിന്തിക്കുന്ന ഒരു രംഗമുണ്ട് നോവലിൽ. മര്യാദക്കാരിയായി ജീവിതം നശിപ്പിക്കുന്നതിനേക്കാളും ഭേദം കോൺഗ്രസ്കാരി ആവുന്നതാണ് എന്ന്. ആ ഒരു കാലഘട്ടത്തിൽ നടന്നു വരുന്ന ആചാരങ്ങളെ എതിർക്കുകയോ അതിന് മാറി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്ന് ആ നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നാണിയാവട്ടെ തൻ്റെ ഭർത്താവായി വന്നയാളെ ഒരുപാട് പ്രായക്കൂടുതലുണ്ട്. പക്ഷെ അവൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ സ്വർണ്ണ ആഭരണങ്ങൾ സമ്മാനിക്കുന്നുണ്ട്, ഉടുക്കാൻ മേൽവസ്ത്രം സമ്മാനിക്കുന്നുണ്ട്. നാണിക്ക് മേൽവസ്ത്രം ധരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നാണിയുടെ മുത്തശ്ശി അത് അനുവദിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ നീ ധരിച്ചോ എന്നൊരു നിലപാടായിരുന്നു മുത്തശ്ശിക്ക്. അപ്പൊ തന്നെ കുട്ടൻ നായർ വിവാഹം കഴിച്ചപ്പോൾ നാണിക്കത് ലഭിക്കുന്നുണ്ട്. എന്നിട്ട് കൂടി നാണി പക്ഷേയെങ്കിൽ അയാളെ ഭാര്യയെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ജീവിതം നാണി ആഗ്രഹിക്കുന്നില്ല. അവൾ തിരഞ്ഞെടുക്കുന്നത് സ്വതന്ത്രപൂർണമായ ഒരു ജീവിതമായിരുന്നു. സധൈര്യം ആ സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്, ആ വിവാഹ ബന്ധം ഉപേക്ഷിച്ച് അവൾ മടങ്ങി വരുന്നു. വീട്ടിൽ മടങ്ങിയെത്തുന്ന നാണിയെ മുത്തശ്ശി ഒരുപാട് ഉപദ്രവിക്കുന്നു, ശകാരിക്കുന്നും ഒക്കെയുണ്ട്. പക്ഷെ നാണി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവൾ ആ വിവാഹബന്ധം ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ഒരു സ്കൂൾ അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നു. അവിടെ അവൾ ആത്മാർത്ഥമായി തന്നെ പണിയെടുക്കുന്നുണ്ട്. അനീതികൾ കാണുന്നിടത്ത് അവൾ ഉറച്ച ശബ്ദത്തിൽ അവളുടെ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. അവളുടെ ടീച്ചർ ട്രെയിനിങ് കഴിച്ചെടുക്കുന്നുണ്ട് അവള്. ആ കാലഘട്ടത്തെ അധ്യാപകരുടെ ജീവിതം വളരെ ദുരിതപൂർണമാണ്. അവർ മാനേജറുടെ അടിമയായി കഴിഞ്ഞിരുന്ന ഒരു കാലമാണിത്. മാനേജർമാർ കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുക, അവർ പറഞ്ഞു വിടുമ്പോൾ പോകേണ്ടി വരുന്ന ഒരു സ്ഥിരതയില്ലാത്ത ഒരു ജീവിതം. സർട്ടിഫിക്കറ്റുകൾ കംപ്ലീറ്റ് ആയി കിട്ടണമെങ്കിൽ അക്കാലത്ത് സ്കൂൾ ഇൻസ്പെക്ടർമാരുടെ സാക്ഷ്യപത്രം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർമാരുടെയും മാനേജർമാരുടെയും അടിമയായിട്ടാണ് അധ്യാപകർ ജീവിച്ചിരുന്നത്. പക്ഷെ നാണി ആവട്ടെ അവിടെ ഒന്നും ആരുടെയും അടിമയാകാൻ തയ്യാറാവുന്നില്ല. അവൾ അനീതി കാണുന്നിടത്ത് അവൾ ശബ്ദമുയർത്തി അവളുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവളുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ആരുടെ മുന്നിലും തന്റെ നിലപാടുകൾ അടിയറവ് വെക്കുന്നില്ല. അവൾ അവളുടെ നിലപാടുകളിലും സംഘടനാ പ്രവർത്തനത്തിലും ഉറച്ചു നിൽക്കുന്നു. അത്തരമൊരു ശക്തിയായ ഒരു സ്ത്രീ കഥാപാത്രം തന്നെ മുത്തശ്ശി എന്ന നോവലിലെ നാണി എന്ന കഥാപാത്രം. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ദാമ്പത്യ ബന്ധത്തിന് വിപരീതമായൊരു ദാമ്പത്യ ബന്ധമായിരുന്നു നാണിയുടെ ദാമ്പത്യ ബന്ധവും.
തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ കൂടെ പഠിച്ച, തന്റെ കൂടെ ജോലി ചെയ്യുന്ന ചാത്തുനായർ എന്ന ആളെ അവൾ വിവാഹം ചെയ്യുന്നു. വിവാഹ ജീവിതമാവട്ടെ ഒരാളുടെ അടിമയായി കഴിയാതെ രണ്ടുപേരും തോൾ ചേർന്ന് പരസ്പര ബഹുമാനത്തിലൂന്നിയുള്ള ഒരു വിവാഹ ജീവിതവും നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉണ്ണിയാർച്ച എന്ന കഥാപാത്രത്തോടാണ് തന്റെ നായികയെ കഥാകൃത്ത് ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ ഉണ്ണിയാർച്ചയുടെ സൗന്ദര്യം തന്റെ നായികക്ക് കഥാകൃത്ത് എടുത്തിട്ടുമില്ല. നായികയെ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പറയത്തക്ക വൈരൂപ്യങ്ങളൊന്നുമില്ല, എന്നാൽ അതിഭയങ്കരമായ സൗന്ദര്യവുമില്ലാത്ത നായിക. തന്റെ കോന്ത്രം പല്ലിനെ പണ്ട് ചെറുപ്പകാലത്ത് കുട്ടികൾ കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ നാണി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ആ കോന്ത്രം പല്ല് എന്റെ മുഖത്തുള്ളതാണ്, അത് കുട്ടികൾ കളിയാക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാനില്ല, അവര് കളിയാക്കിക്കോട്ടെ. ഇത്തരം ആളുകളുടെ നാവിന് ആർക്ക് നികുതി കെട്ടാനാകും? എല്ലാ നോവലിലുടനീളം ഇത്തരമൊരു നിലപാട് നാണി എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിവാഹബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രമായി ജോലിയിൽ പ്രവേശിച്ച് ജീവിക്കുമ്പോഴും നാട്ടിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും അവളെ അപവാദം പറയുന്നുണ്ട്. അതിലൊന്നും അവൾ തളരുന്നില്ല. അവരുടെ വിവരമില്ലായ്മയാണ് അവരെ കൊണ്ടത് പറയിക്കുന്നത് എന്ന ഒരു നിലപാടും എന്നൊരു ചിന്താഗതിയാണ് നാണി എന്ന കഥാപാത്രത്തിൽ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നാണി പതറിയിരിക്കുന്നത് നോവലിൽ കാണാനേ സാധിക്കില്ല. ഏതൊരു പ്രതിസന്ധി ആയിക്കോട്ടെ നാണി അതിനെ തരണം ചെയ്തു പോകുന്നത് നോവലിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവൾ ഗർഭിണി ആയിരിക്കുമ്പോഴാണ് അവളുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാവുന്നത്. അതുപോലെ അവളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാവുന്നുണ്ട്. അവളുടെ അമ്മ മരിച്ചു പോകുന്നതും അവൾക്ക് തുണയായി ഉണ്ടായിരുന്ന മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നതൊക്കെ അവളുടെ ഈ ഗർഭകാലത്താണ്. തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടും അവളുടെ സഹോദരൻ കള്ളക്കേസിൽ കുടുങ്ങി ഒളിവിൽ പോകുന്നതും ഈ കാലഘട്ടത്തിലാണ്. തളർന്നു പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവൾ എവിടെയും തളരാതെ സധൈര്യം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രതിസന്ധിയും അവൾക്ക് കരുത്തേകിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അധ്യാപകരുടെ ജീവിതം പറയുന്നതിനോടൊപ്പം തന്നെ നോവൽ പ്രതിപാദിക്കുന്ന മറ്റൊരു വിഷയമാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ജീവിതം. ആ കാലഘട്ടത്തിലുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ രാഷ്ട്രീയ അപബോധവും. അവൾ നാണിയുടെ സഹോദരനും നാണിയും ഒക്കെ അനീതികൾക്കെതിരെ സമരം ചെയ്യുന്ന ആദ്യകാലത്തെ കോൺഗ്രസ് പ്രവർത്തകരായി പിന്നീട് കോൺഗ്രസിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വളരുന്നത് ഈ നോവലിൽ കാണാൻ സാധിക്കും. ഇതിലെ നായിക കഥാപാത്രം നാണിയാണെങ്കിലും എന്തുകൊണ്ട് നോവലിന് മുത്തശ്ശി എന്ന് പേരിട്ടു എന്ന് ചോദിച്ചാൽ മുത്തശ്ശിനെ ഒരു പ്രതീകാത്മകമായിട്ട് ഉപയോഗിച്ചതായിട്ട് തോന്നുന്നുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധി ആയിട്ടാണ് മുത്തശ്ശിയെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോവലിൽ തന്നെ ഒരു പരാമർശം കാണാൻ സാധിക്കുന്നുണ്ട്. മുത്തശ്ശി എന്ന് പറയുന്നത് പഴമയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന പുതുതലമുറയെ സ്നേഹത്തിന്റെ പേരിൽ പഴമയുടെ ആചാരങ്ങളിൽ പിടിച്ചു നിർത്തുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. നാണിയുടെ മുത്തശ്ശിയും അങ്ങനെ തന്നെയായിരുന്നു. തറവാടിത്തം വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ ഇത്തരം നടന്നു വരുന്ന ആചാരങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല, കാലാകാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ് എന്ന ചിന്താഗതിയിൽ പോകുന്ന ആ തറവാടിത്തം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മുത്തശ്ശി. ആ മുത്തശ്ശി ഒരു ആദ്യത്തെ കുറച്ചു വേളയിൽ അവരുടെ നിലപാടുകൾ നാണി എതിർക്കുമ്പോൾ നാണീനെ ഉപദ്രവിക്കുന്നുണ്ട്. തന്റെ പാട്ട ബാക്കി തീർത്തു തരാതെ തന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ നിൽക്കുന്ന ജന്മീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജന്മിയുടെ കാര്യസ്ഥനെ, സ്വന്തം പേരക്കുട്ടിയെ അവർ കാഴ്ചവെക്കാൻ വരെ തയ്യാറാവുന്നത് നമുക്ക് നോവലിൽ കാണാൻ സാധിക്കും. അതിനെ എതിർക്കുന്ന നാണിയെ അവർ ഉപദ്രവിക്കുന്നതും അതിൽ കാണാം. ആ മുത്തശ്ശി പിന്നീട് ഇതിനൊരു മാറ്റം കണ്ടു തുടങ്ങുമ്പോൾ അവരും മാറി ചിന്തിക്കുന്നതും ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയായി മാറി അവസാന ഭാഗങ്ങളിലേക്ക് മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. ഒരു കാലഘട്ടത്തിന്റെ മാറ്റം തന്നെ ഈ നോവലിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം മുത്തശ്ശി നായികയുടെ പേരിന് പകരം മുത്തശ്ശി എന്നൊരു പേര് ഈ നോവൽ സ്വീകരിച്ചതിന്റെയും കാരണം. ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് നിരോധനത്തിന്റെ പേരിൽ പോലീസ് നടത്തിയ നരനായാട്ട് ഈ നോവലിൽ വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ പോലീസിന്റെ സർച്ചും സ്ത്രീജനങ്ങളെയും കുട്ടികളെയും വൃദ്ധരെയും അത് എത്രമാത്രം അവരുടെ ഉപദ്രവം ഒക്കെ വളരെ വ്യക്തമായി നോവലിൽ
നോവലിസ്റ്റ് വരച്ചു കാണിക്കുന്നുണ്ട്. നീതികൾ ഉണ്ടാകുമ്പോൾ അത് സഹിക്കാതെ അവിടെ ശബ്ദമുയർത്തി അതിനെതിരെ സമരം ചെയ്താൽ ഒരു നല്ല കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് മുത്തശ്ശി എന്ന ഈ നോവൽ. സ്വന്തം ഇഷ്ടത്തിൽ നിലനിന്നുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ സ്വന്തമായി പറഞ്ഞ് സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടി നടന്നാൽ ജീവിതം സംതൃപ്തമാകും, നല്ലൊരു കാലം ഉണ്ടാകും എന്ന് നാണി എന്ന കഥാപാത്രവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിപ്ലവാത്മകമായ നോവലുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും പഴയകാല ചരിത്രങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും വായനക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നല്ല നോവലാണ് ചെറുകാടിന്റെ മുത്തശ്ശി എന്ന ഈ നോവൽ.